വിശുദ്ധ നാടുകളുടെ ഭൂരിഭാഗവും ഒരു കാലത്ത് ജോർദാൻ രാജാവിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. ജോർദാനിലെ പലസ്തീന പ്രവിശ്യയാണ് പിന്നീട് ഇസ്രയേൽ, പലസ്തീൻ എന്നിങ്ങനെ 2 രാജ്യങ്ങളായി മാറിയത്. ജോർദാന്റെ തലസ്ഥാനമായ അമ്മാന് സമീപത്താണ് ബൈബിളിൽ വിവരിക്കുന്ന ഈ നെബോ മല സ്ഥിതി ചെയ്യുന്നത്. പൂർവ്വ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനമനുസരിച്ച് അവരുടെ സന്തതി പരമ്പരകൾക്ക് നൽകുന്ന തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തെ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തത് ഇവിടെ വച്ചാണ്. ഈ കാണുന്നതാണ് വാഗ്ദത്ത ഭൂമിയായ കാനാൻ ദേശം. ഈജിപ്തിൽ നിന്നുള്ള പലായനത്തിനിടയിൽ ഇസ്രയേൽ ജനത നേരിട്ട വലിയൊരു പ്രതിസന്ധി മരുഭൂമിയിലെ സർപ്പദംശനമായിരുന്നു. ഒട്ടേറെ പേർ പാമ്പ് കടിയേറ്റ് മരിച്ചതോടെ ദൈവം മോശയോട് ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുവാൻ ആവശ്യപ്പെട്ടു. പാമ്പ് കടി ഏൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കാതെ രക്ഷപ്പെടുമായിരുന്നു. ആ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി രൂപകൽപ്പന ചെയ്തതാണ് ഈ ശില്പം. പാലായനത്തിനിടയിൽ ഇസ്രയേൽ ജനത സീൻ മരുഭൂമിയിലെ മെരിബ ജലാശയത്തിന് സമീപം ദൈവത്തിനെതിരായി തിരിഞ്ഞപ്പോൾ കർത്താവിന്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകുവാൻ മോശ തയ്യാറായില്ല. അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് ലഭിച്ചത് ഇവിടെ എത്തിയപ്പോഴാണ്. വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തിയായ ജോർദാൻ നദി കടക്കുവാൻ അദ്ദേഹത്തെ ദൈവം അനുവദിച്ചില്ല. ഇവിടെ വച്ച് അദ്ദേഹം മരിച്ചു. മോശയുടെ ഓർമ്മയ്ക്കായാണ് ഈ ഫലകം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് 2000 ആണ്ടിൽ മഹാജൂബിലിയോടനുബന്ധിച്ച് ജോൺ പോൾ 2 മാർപ്പാപ്പ ഇവിടെ സന്ദർശിച്ചതിന്റെ സ്മാരകമാണ്.